രാഹുൽ ഗാന്ധി വീണ്ടും വന്ന് വയനാട്ടിൽ തെരഞ്ഞെടുപ്പിൽ നിൽക്കുമ്പോൾ ഇടതുപക്ഷ നേതാക്കൾക്കൊക്കെ ചങ്കിടിപ്പാണ്. കേരളത്തിൽ ഒരു സീറ്റ് പോലും അവർക്ക് കിട്ടില്ലേ എന്നുള്ള വലിയ സംശയം അവർക്കുണ്ട്. അത് ശരിവയ്ക്കുന്ന രീതിയിൽ തന്നെയാണ് UDF മുന്നേറ്റവും. അതുകൊണ്ട് അവരുടെ സംശയം അസ്ഥാനത്തല്ല എന്ന് തന്നെ പറയേണ്ടി വരും. UDF നേതാക്കളുടെ സംഭവബഹുലമായിട്ടുള്ള മാസ് ഇൻട്രോയും അവരുടെ തരംഗമാർന്ന രീതിയിലുള്ള മുന്നേറ്റവും കാണുമ്പോൾ സ്വാഭാവികമായും എങ്ങോട്ടേക്കാണ് ട്രെൻഡ് എന്ന് ഏകദേശം രൂപം വരുന്നുണ്ട്. കേരളത്തിൽ എന്ന് മാത്രമല്ല, ദക്ഷിണേന്ത്യയിൽ മുഴുവൻ കോൺഗ്രസ് തരംഗം അലയടിക്കുകയാണ്. ഉത്തരേന്ത്യയിൽ BJPയുടെ ആധിപത്യത്തെ കൃത്യമായി തളയ്ക്കാൻ പരമാവധി സീറ്റുകൾ ദക്ഷിണേന്ത്യയിൽ നിന്നും കോൺഗ്രസ് നേടിയെടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ഇവിടെ ഇന്ത്യ മുന്നണിയുടെ പേരും പറഞ്ഞ് കടന്നുകൂടിയിട്ടുള്ള ഇടതുപക്ഷ നേതാക്കൾ ശരിക്കും ഇവിടെ കോൺഗ്രസിനെ സഹായിക്കലല്ല, ദ്രോഹിക്കലാണ് ചെയ്യുന്നത്. ഇടതുപക്ഷവും BJPയും തമ്മിലുള്ള കേന്ദ്രത്തിലെ അഡ്ജസ്റ്റ്മെൻറ്റ് ഈ കേരളത്തിൽ ഇനി അധികം നാൾ ഓടില്ല എന്ന് മനസ്സിലാക്കിയാണ് കേരളത്തിലെ സഖാക്കൾ ശരിക്കും അസ്വസ്ഥരായി ഇരിക്കുന്നത്. കേരളത്തിലെ 20 ലോക്സഭാ സീറ്റുകളിലും എണ്ണം പറഞ്ഞ നേതാക്കൾ മത്സരിക്കുമ്പോൾ അതിൻ്റെ മാറ്റൊന്ന് വേറെ തന്നെയാണ്. മാത്രമല്ല, രാഹുൽ ഗാന്ധിയുടെ എഫക്റ്റ് വീണ്ടും എല്ലാ നേതാക്കൾക്കും കൃത്യമായി തന്നെ ലഭിക്കും എന്നുള്ളതും ഇടതുപക്ഷത്തെ വിറളി പിടിപ്പിക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധിയുടെ 2 ജോഡോ യാത്രകളും ഇന്ത്യയിലെ ജനഹൃദയങ്ങൾക്കിടയിലേക്ക് ആഴത്തിൽ പതിഞ്ഞു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ജോഡോ യാത്രയിലൂടെ ജനങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായിരിക്കുന്നു: ആർജവമുള്ള നേതാവ്, കരുത്തുള്ള നേതാവ്, അങ്ങനെയൊരു വ്യക്തിയാണ് ഇന്ത്യ മുന്നണിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കേണ്ടത്. അല്ലാതെ ഏതെങ്കിലും ഒരു സഖ്യകക്ഷിയിൽ നിന്നും വലിഞ്ഞു കയറി വന്ന ഒരു വ്യക്തിയല്ല ആക്കേണ്ടത്. അധികാരമോഹികൾ നിരവധി ഉണ്ടായിരുന്നു ഇന്ത്യ മുന്നണിക്കകത്ത്. പക്ഷേ അവർക്കൊക്കെ മറുപടി കൊടുക്കാൻ കൃത്യമായിട്ടുള്ള പ്ലാൻ ഇന്ത്യ മുന്നണിക്കകത്ത് ഖാർഗെ ഒരുക്കിയിരുന്നു. ഖാർഗെയും രാഹുൽ ഗാന്ധിയും പരസ്പരം തമ്മിൽ തെറ്റിച്ച് വല്ലാതെ അങ്ങ് ഷൈൻ ചെയ്ത് കളയാമെന്നൊക്കെ മമതയും അതുപോലെ തന്നെ നിതീഷ് കുമാറും കെജ്രിവാളും ഒക്കെ വ്യാമോഹിച്ചെങ്കിൽ അതൊക്കെ ഒടുവിൽ വെള്ളത്തിൽ വരച്ച വരയായി മാറിയല്ലോ. അതുതന്നെയാണ് ജനങ്ങൾ ആഗ്രഹിച്ചതും. അങ്ങനെയുള്ളവരെ പടിയടച്ച് പിണ്ടം വയ്ക്കുന്ന രീതിയിലേക്ക് ഒരു സ്റ്റൈൽ നീക്കം തന്നെയാണ് കോൺഗ്രസ് നടത്തിയത്. കോൺഗ്രസിനെ രാജ്യത്ത് ഒരു ശക്തമായ പ്രതിപക്ഷമാക്കാനെങ്കിലും തുനിയാൻ ശ്രമിക്കാത്തവരോട് കൃത്യമായിട്ടുള്ള മറുപടി രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്. ഇതിനകത്തു നിന്നും BJPയിലേക്ക് പോയ നിരവധി ആളുകളുണ്ടാകാം. പക്ഷേ കോൺഗ്രസ് എന്നും കോൺഗ്രസ്സായി തന്നെ നിലനിൽക്കും. കാരണം കോൺഗ്രസ്സിന് ഒരിക്കലും വർഗീയത വശമില്ലല്ലോ. ഇതിനകത്ത് ന്യൂനപക്ഷ വർഗീയത, മൃദു ഹിന്ദുത്വം എന്നൊക്കെ പറഞ്ഞ് വല്ലാതെ കോൺഗ്രസിനെ അധിക്ഷേപിക്കുന്നവരുണ്ട്. അവർ മനസ്സിലാക്കേണ്ടത് ഈ രാജ്യത്തിൻ്റെ സ്പന്ദനം എങ്ങനെയാണ് എന്ന് ആദ്യം പോയി പഠിച്ചിട്ട് വരൂ.